ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം സുബഹിയൊക്കെ നിസ്കരിച്ച് പിന്നെ പുറത്ത് വന്ന് നോക്കുമ്പം തലേന്ന് രാത്രി നല്ലപോലെ മഴ പെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ കിച്ചണിൽ വന്നപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. ഉള്ളിലേക്ക് നല്ല തണുപ്പടിച്ച് കയറുന്നുണ്ട്. മുറ്റത്ത് നല്ല രീതിയിൽ തന്നെ മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇടിയും ഉണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞതിന് ശേഷം വേഗം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. തലേന്ന് രാത്രി തന്നെ ഞാൻ മീൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വാതിലൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്താണെങ്കിൽ നല്ലപോലെ മഴ പെയ്തതിൻ്റെ എല്ലാ ഇതും കാണാനുണ്ട് കേട്ടോ. പിന്നെ ചായക്കുള്ള വെള്ളം തിളച്ച് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കാഞ്ഞു വന്നപ്പം അതിലേക്ക് ചായപ്പൊടിയും കൂടി ചേർത്ത് ചായ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. മുറ്റത്ത് മഴ പെയ്തുകൊണ്ട് അങ്ങനെ ചമ്മൽ കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കാനാണല്ലോ ആഗ്രഹിക്കാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ജീവിത സാഹചര്യങ്ങളും അതേപോലെ ചില മടിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്കത് ഇങ്ങോട്ട് റെഡിയാക്കാൻ കഴിയാറില്ല അല്ലേ. അപ്പോൾ അത് നമ്മുടെ വീടിനുള്ളിലെ അടുക്കള അത് എത്രത്തോളം വൃത്തിയായിട്ട് ഇരിക്കാനുള്ളതും അതേപോലെ അതിനുള്ള കുഞ്ഞു ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെയിലി റൂട്ടീനിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നാലും ചെയ്യാത്തവരുണ്ടാവും, അല്ലെങ്കിൽ മടി പിടിച്ചവരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഞാൻ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പറയാം കേട്ടോ. ഞാൻ സുജാത മിക്സിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ പിന്നെ നമ്മുടെ ആട്ടപ്പൊടി ഉണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്. അത് നന്നായിട്ട് നമ്മൾ ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുത്തു കേട്ടോ. അത് നേരിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ആ പൊടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. ഒരു 2-3 തവണ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് നോക്കണം കേട്ടോ വെള്ളം കുറവുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ എന്താ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് പോയതാണ് എനിക്ക് പെട്ടത് കേട്ടോ. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിക്കണതിന് പകരം ഞാൻ പെട്ടെന്ന് മോനെ മദ്രസക്ക് പറഞ്ഞേക്കുന്ന തിരക്കൊണ്ട് ഞാൻ വെള്ളം തോനെ ഒഴിച്ച് പോയിട്ടോ. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് പൊടിയും കൂടി കൂട്ടി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് നല്ല ഒരൊറ്റ പ്രാവശ്യം കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കാനും മടിയുള്ളവർക്കൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഇതേപോലെ ചെയ്തിട്ട്. ചപ്പാത്തി മാവ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പോലെ പൊള്ളി വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് കാണുന്നത്. അങ്ങനെ ഞാൻ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ പൊള്ളി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനും പറ്റും കേട്ടോ. മൊത്തത്തിൽ പൊള്ളി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ കാരണം തന്നെ എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ചപ്പാത്തി മിക്സിയുടെ ജാറിൽ ചെയ്യുന്നതൊന്ന് കാണിക്കുമോ എന്നുള്ളത്. അതാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തിയിലേക്ക് മീൻ കറി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കട്ടൻ ചായയും കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഞാനധികം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു 9:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നെ നെയ്നൂന് അങ്കലവാടിയിൽ കൊണ്ടുപോയാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചൂടിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്കലവാടി അവധിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ അങ്കലവാടി കൊണ്ടുപോയാക്കി തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് മന്തി റൈസ് ഉണ്ടായിരുന്നു, അതിനോട് മന്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തിൻ്റെ അരി നല്ലപോലെ വെള്ളത്തിലിട്ട് 1 കപ്പാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കേക്കിയെടുത്ത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ സ്പൈസസും മന്തിയിലേക്കുള്ള കുറച്ച് മാഗി ക്യൂബും മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മന്തി സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോപ്കോണിൻ്റെ ചിക്കനിൻ്റെ പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ വൃത്തിയുള്ള അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രി കിടക്കാൻ നേരത്തെ നമുക്ക് എത്രത്തോളം നമ്മുടെ കിച്ചണ് വൃത്തിയായിട്ടും നീറ്റായിട്ടും വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നീറ്റാക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടും വെക്കുക കേട്ടോ. ഇത് ചിലപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമായിരിക്കും, എന്നാലും എന്നും ചെയ്യുമ്പോഴും നമുക്ക് മടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മടി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പിറ്റേന്ന് വന്നിട്ട് നമുക്ക് കിച്ചണ് ആ ഒരു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും ഇഷ്ടത്തോടു കൂടി ചെയ്യാനും മടി ഇല്ലാതിരിക്കാനും ഒക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ.
നമ്മളെ കിച്ചണിൽ നമ്മളെന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആവശ്യം കഴിഞ്ഞ് ഉടനെ തന്നെ അത് മാറ്റുക. അതേപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, ഗ്യാസ് സ്റ്റോപ്പ് ഇത് ഡെയിലി നമ്മൾ നല്ല പോലെ വൃത്തിക്ക് തുടച്ചെടുക്കുന്ന ആളായിരിക്കാം. എന്നാലും ഡെയിലി ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗം, പിന്നെ അതുപോലെ നമ്മൾ കുപ്പിപ്പാത്രം ഇങ്ങനത്തെയൊക്കെ വെച്ചതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ നല്ല പോലെ നീറ്റാക്കിയിട്ട് തന്നെ തുടച്ച് വരികയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യമേ നമുക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടേക്ക് നല്ല പോലെ വൃത്തിയാക്കി കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു പണിയായിട്ട് തോന്നില്ല കേട്ടോ. നമ്മുടെ കിച്ചണ് എത്രത്തോളം നമുക്ക് നീറ്റാക്കി വെക്കാമെന്നുള്ളത് നമ്മൾ വിചാരിക്കണം കേട്ടോ. അതുപോലെ കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക, അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വൃത്തിയോട് കൂടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ 2-3 ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണ് നല്ല വൃത്തിയുള്ള കിച്ചണായിട്ട് മാറും കേട്ടോ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ സിങ്കിൽ പാത്രങ്ങൾ ഇടാതെ മൊത്തത്തിലൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അടുക്കള എത്രത്തോളം വൃത്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പോപ്കോണിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഒരു മസാല. അതൊരു ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ ഒന്ന് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു പൗഡറിൽ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മന്തിയിലേക്ക് കഴിക്കാൻ അതായിരുന്നു ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല പോലെ ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൂടെ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നല്ല മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഇതാ ഞാൻ പായസം ഉണ്ടാക്കിയെടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ, എന്നാലും വേണ്ടില്ല പായസം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഏലക്കായ ഇതാ കുത്തിയെടുത്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടാനും പെട്ടെന്ന് മധുരം ചേർക്കാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് തീരെ കട്ടിയില്ലാത്ത കനം കുറഞ്ഞ സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാല് നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പം സേമിയയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ആ ഒരു വേവും കാര്യങ്ങളൊക്കെ ആവുന്നവരെ കാത്തു നിന്ന് പിന്നെ മിൽമൻ്റെ നെയ്യാണ് നമ്മൾ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വറവിടാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ പായസം ഇറക്കി വെച്ചിട്ടു. ചൂടോട് കൂടിയിട്ട് തന്നെ പായസം കുടിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.